ആക്രമിക്കാൻ പാടില്ല, രണ്ട് ജൂനിയറിനെ ആക്രമിക്കാൻ പാടില്ല. വഞ്ചിയൂര് കോടതിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പൊ ഈ ഒരു വലിയ രീതിയിലുള്ള ഈ അഭിഭാഷകരായിട്ടുള്ള ആളുകളുടെ ഒരു ക്രിമിനൽ സ്വഭാവം വലിയ രീതിയിൽ ഇപ്പൊ കുറെ നാളായിട്ട് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതൊരു വളരെ ഗൗരവമായിട്ടുള്ള വിഷയമായിട്ട് ജുഡീഷ്യറി കണക്കാക്കണം. കേസ് എന്തായാലും എടുക്കുമല്ലോ. ഇപ്പൊ ഹൈക്കോടതി അതിൽ അടിയന്തരമായിട്ട് ഇടപെടണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ആദ്യഘട്ടത്തിലൊക്കെ ഈ ബാർ അസോസിയേഷൻ ഉള്ളവർ പോലും ഈ പെൺകുട്ടിക്കൊപ്പം നിന്നില്ല, അല്ലെങ്കിൽ ഈ പെൺകുട്ടിയുടെ കുടുംബത്തിനോട് പോലും കയർത്ത് സംസാരിക്കുന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ പോയിരുന്നു. പോലീസിനെ വിളിക്കുന്നതിൽ അവർ മടി കാണിച്ചു. അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. നിലവിൽ ഇപ്പം എന്തായാലും ഈ അഭിഭാഷകനെതിരെ എന്തായാലും നടപടി എടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അത്തരത്തിൽ ഇതിന് മുൻപും ഇയാളെക്കുറിച്ച് ഇത്തരത്തിൽ പരാതികളുണ്ട്. ഇങ്ങനെയൊക്കെ ജൂനിയേഴ്സിനോട് ഒരു ദയയില്ലാത്ത രീതിയിലുള്ള സംസാരം നടത്തുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോഴൊന്നും ഇത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവില്ലേ ഇവരുടെ ഒന്നും? അല്ല, ഈ ചില സീനിയേഴ്സ് ഒക്കെ പ്രത്യേകിച്ച് തിരുവനന്തപുരം, വഞ്ചിയൂര് എന്നൊക്കെ പറഞ്ഞ സ്ഥലങ്ങളിൽ സീനിയർ ജൂനിയർ ബന്ധങ്ങൾ എന്നൊക്കെ പറയുന്നത് അത്ര സുഖകരമായിട്ട് അല്ല എന്നാണ് എനിക്കൊക്കെ അറിവുള്ള ഒരു കാര്യം. ഞാൻ ഒരു കോടതിനെയോ ഒരു ബാറിനെയോ അടച്ചു പറയല്ല. അതൊരു അവിടെ വളരെ അധികം അറിയപ്പെടുന്ന ഒരു കാര്യമാണ്. തിരുവനന്തപുരത്ത് പൊതുവെ കോടതികളിൽ അഭിഭാഷകരായിട്ടുള്ള ആളുകളും ജൂനിയേഴ്സും, പ്രത്യേകിച്ച് ചില കേസുകളിൽ എനിക്ക് കഴിഞ്ഞ ദിവസമൊക്കെ റിപ്പോർട്ട് ചെയ്ത് വന്ന ചില കേസുകളുണ്ട്. അവിടെ ഈ ജൂനിയേഴ്സിനെ സെക്ഷൽ ഹരാസ്മെന്റിന് തന്നെ വിധേയമാക്കുന്നു എന്ന് പറഞ്ഞ ഒരു 2 കേസ് എന്റെ അടുത്ത് തന്നെ വന്നിട്ടുണ്ട്. അപ്പൊ അതൊരു ഗൗരവമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിന്റെ കറക്ഷൻ നടപടികൾ എടുക്കേണ്ടത് അവിടുത്തെ ബാറിലെ അഭിഭാഷകർ തന്നെയാണ്, അഭിഭാഷക അസോസിയേഷനാണ്. ക്രിമിനൽസിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുകയോ അവർക്ക് വേണ്ടി കേസ് വാദിക്കുകയോ ചെയ്യുമ്പോൾ വക്കീലന്മാർ സ്വയം ക്രിമിനൽസായി മാറുന്ന ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. അഭിഭാഷക എന്ന രീതിയിൽ കൂടി ഞാൻ ചോദിച്ചോട്ടെ, ഇത്തരമുള്ള ഇങ്ങനത്തെ ഒരു വിഷയങ്ങളൊക്കെ വരുമ്പോൾ അത് ഏത് രീതിയിലാകും, ഇപ്പൊ പ്രത്യേകിച്ചും ബാർ അസോസിയേഷൻ പോലുള്ള ഒരു സംഘടനയൊക്കെ അത് ഏത് രീതിയിലാകും ഇത് കൈകാര്യം ചെയ്യേണ്ടത്? ബാർ അസോസിയേഷൻ എല്ലാവരുടെയും അസോസിയേഷനാണ്. സീനിയേഴ്സ് ജൂനിയേഴ്സ് എന്ന നിലയിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ എപ്പോഴും ഈ ബാർ അസോസിയേഷനിൽ സീനിയേഴ്സിനെയൊക്കെ കൺസിഡർ ചെയ്യുന്ന ഒരു രീതിയുണ്ട്. പക്ഷെ ഏതൊരു ജൂനിയറിനും ഏതൊരു സീനിയറിനും ഈക്വലായിട്ടുള്ള അംഗീകാരമാണ് ബാർ അസോസിയേഷനിൽ ഉണ്ടാവുന്നത്. അഭിഭാഷക സംഘടനകൾ ഇത് ഗൗരവമായിട്ട് എടുക്കേണ്ടതാണ്. ഇപ്പൊ അവിടെയൊക്കെ IAL പോലുള്ള സംഘടനകൾ അവിടെ ഉണ്ട്, കോൺഗ്രസിന്റെ സംഘടനയുണ്ട്, ഈ BJPയുടെ സംഘടനയുണ്ട്. ഈ അഭിഭാഷകരെല്ലാവരും ഈ ജൂനിയേഴ്സ് വലിയ രീതിയിലുള്ള പ്രശ്നം അഭിഭാഷക രംഗത്ത് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം, ഇത്രയധികം പഠിച്ച് ഒരു പ്രൊഫഷനിൽ തല ഉയർത്തി നിൽക്കാൻ വേണ്ടി വരുന്നു. അതും പെൺകുട്ടികൾ ധാരാളമായിട്ട് വരുന്നു. അവരെ സംബന്ധിച്ച് ആവശ്യത്തിന് ഈ പ്രൊഫഷനിൽ നിന്ന് ഇൻകം ഇല്ല, അവർക്ക് വർക്കില്ല. അവർ ഏതെങ്കിലും ഒരു വക്കീൽ ഓഫീസുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യേണ്ടി വരുന്നു. അവിടുത്തെ സീനിയറിന്റെ താല്പര്യങ്ങൾക്ക് വിധേയമായിട്ട് നിന്നില്ലെങ്കിൽ ആ പണി പോലും ഉണ്ടാവാത്ത ഒരു അവസ്ഥയുണ്ട്. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഏറ്റവും ഉയർന്ന ഒരു പ്രൊഫഷനാണ്. ആ പ്രൊഫഷനിലേക്ക് വരുന്ന പെൺകുട്ടികളെ സംബന്ധിച്ച് അവർക്ക് നെഞ്ചു വിരിച്ച് തല ഉയർത്തി നിൽക്കാൻ കഴിയുമെന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. അപ്പൊ അവരെയാണ് ഈ രീതിയിൽ ആക്രമിക്കുന്നത്. അത് എന്തിന്റെ ബേസിലാണെങ്കിലും ഇതിപ്പോ ഉണ്ടായിരിക്കുന്ന സംഭവം തല്ലാണ്. ഞാൻ പറഞ്ഞ കാര്യം അതിനേക്കാൾ കുറെ കൂടി ഗൗരവതരമായിട്ടുള്ള കാര്യമാണ്. അത് എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഈ വഞ്ചിയൂർ കോടതിയായിട്ട് ബന്ധപ്പെട്ടുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കണം, ഇങ്ങനെ ഒരു അലിഗേഷനും ഈ വഞ്ചിയൂർ കോടതിയായിട്ട് ബന്ധപ്പെട്ടും തിരുവനന്തപുരത്തെ കോടതികളുമായി ബന്ധപ്പെട്ടുകൊണ്ടും സീനിയേഴ്സ് ജൂനിയേഴ്സ് ആയിട്ടുള്ള പെൺകുട്ടികളെ സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷന് വിധേയമാക്കുന്നു എന്ന് പറയുന്ന കംപ്ലൈന്റും കൂടി വരുന്നുണ്ട് എന്ന് പറയുന്നത് ഇത് കറക്റ്റ് ചെയ്യപ്പെടേണ്ടതാണ്. നേരത്തെയൊക്കെ പെൺകുട്ടികൾ കുറച്ചായിരുന്നു, ചെറിയ അളവിലായിരുന്നു ഈ പ്രൊഫഷനിൽ വന്നുകൊണ്ടിരുന്നത്. ഇപ്പൊ അങ്ങനെയല്ലല്ലോ. ഇപ്പൊ ധാരാളം പെൺകുട്ടികൾ വരുന്നു, നല്ല മിടുക്കികളായിട്ടുള്ള പെൺകുട്ടികൾ വരുന്നു, അവർ കേസ് സ്വയം നടത്തുന്നു, പുരുഷന്മാര് ഈക്വലായിട്ട് അവർ വർക്ക് ചെയ്യുന്നു. അപ്പൊ ഇത്തരം കാര്യങ്ങളുടെ ഗൗരവം, ഒരു ഈക്വാലിറ്റി, ഇപ്പൊ പ്രൊട്ടക്ഷൻ ഓഫ് വിമൺ എന്ന് പറയുന്നത് ഭരണഘടനാപരമായിട്ട് ഈക്വാലിറ്റിക്ക് വേണ്ടി നിൽക്കുന്നവരാണ് വക്കീലന്മാര്. അവിടെ ആ സിസ്റ്റത്തിൽ അവർക്ക് ഒരു ഈക്വാലിറ്റി ഇല്ല എന്ന് പറയുന്നത് വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.